അപ്പൊ എന്റെ മകളുടെ മിസ്സിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ലെന്നാണോ? സ്കൂളിൽ വെച്ച് നടന്ന സംഭവമല്ലേ സാർ, ഞങ്ങൾ എന്ത് പറയാനാ? അതൊരു ശരിയായ മറുപടിയല്ല. ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ കുട്ടിയുടെയും വീടാണ്. വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന കുട്ടി മിസ്സായ വീട്ടുകാർക്ക് എന്ത് ഉത്തരവാദിത്വം എന്ന് ചോദിക്കുന്നതാണോ ശരി? സാർ, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. സ്കൂളിലെ F ബ്ലോക്കിൽ നടന്ന കാര്യമായതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും സാറിനെ തൃപ്തിപ്പെടുത്താൻ പറഞ്ഞാൽ അത് അന്വേഷണത്തെ ബാധിക്കില്ലേ? അന്വേഷണത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് നിങ്ങൾ എന്തിനു ടെൻഷൻ ആവണം? നിങ്ങളോട് ചോദിച്ച കാര്യത്തിന് മനസ്സുണ്ടെങ്കിൽ മറുപടി പറഞ്ഞാൽ മതി. റാഹേൽ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഞാൻ എന്തെങ്കിലും പറഞ്ഞ സാറിന് അത് ഇഷ്ടമായില്ലെങ്കിലോ? ഒരു മിസ്സിംഗ് കേസുമായിട്ട് നിൽക്കുന്ന പോലീസ് ഓഫീസർ മാത്രമല്ല ഞാനിപ്പോ. സ്വന്തം മോളെ പറ്റി ഒരു വിവരവും കിട്ടാതെ വിഷമിക്കുന്ന ഒരു അച്ഛൻ കൂടിയാണ്. ആരെന്ത് പറഞ്ഞാലും ആ വിവരങ്ങൾ എനിക്ക് വിലയേറിയതാണ്. പറയൂ, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? ആ സ്ഥലത്ത് വെച്ച് ആ കുട്ടിക്ക് ആദ്യം ഒരു അനുഭവം ഉണ്ടായത് സാറിനും അറിയാമല്ലോ. അന്ന് ഇവിടെ കൊണ്ടിട്ടത് റോസിയാണെന്ന് ഞാൻ പറഞ്ഞപ്പോ എല്ലാവർക്കും സംശയമായിരുന്നു. ഇത് അവളാണ് സാർ, ദീപയെ റോസിയാണ് കുത്തിക്കൊണ്ടു പോയിരിക്കുന്നത്. സാർ അന്വേഷിച്ച് വേറെ കാര്യത്തിനൊന്നും പോവാതെ ആ നെല്ലുമുറ്റത്ത് അച്ഛനെ ചെന്ന് കാണുന്നതായിരിക്കും ഇക്കാര്യത്തിന് പരിഹാരം. താമസിക്കും തോറും റോസ് ദീപയുടെ ചോര കുടിച്ച് ആ കുട്ടിയെ ഇഞ്ചിഞ്ചായി കൊല്ലും സാർ. റോസി എന്റെ മോളെ കൊല്ലുമെന്നാണോ നിങ്ങൾ പറയുന്നത്? സാർ, പറയുമ്പോൾ ദേഷ്യം തോന്നില്ല. റോസിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കെല്ലാം സംശയവും പേടിയുണ്ട്. മുമ്പ് ഇവിടെ നടന്ന ഓരോ സംഭവങ്ങൾക്കും ഇപ്പൊ ദീപയുടെ കാര്യത്തിൽ നടന്നതുപോലെ സമാന സ്വഭാവമാണുള്ളത്. അപ്പോ റോസി എന്നെ ആയിരിക്കില്ലേ സാർ? നിർത്ത്. ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെയും കൂടി കൺഫ്യൂഷൻ ആക്കരുത്. സർ, F ബ്ലോക്കിൽ വെച്ച് റോസിയുടെ ഗോസ്റ്റിനെ കണ്ടതായും അവളെ പിടിച്ചു കെട്ടിയതായും ദീപ എന്നെയും ബെന്നിനെയും വിളിച്ചു പറഞ്ഞിരുന്നു. ഞങ്ങളെ F ബ്ലോക്കിലേക്ക് വിളിക്കുകയും ചെയ്തു. എന്നിട്ടെന്താ നിങ്ങൾ ആരും അവിടേക്ക് പോവാതിരുന്നത്? ദീപ അത് പറഞ്ഞപ്പോ ഞങ്ങളെ പറ്റിക്കാനാണെന്ന് ആദ്യം കരുതിയത്. ഇനിയിപ്പോ അത് സത്യമാണെങ്കിൽ റോസിയുടെ മുമ്പിലേക്ക് ഒരിക്കൽ കൂടി പോകാനുള്ള ധൈര്യം ഞങ്ങൾക്കാർക്കും ഇല്ലായിരുന്നു. അതുകൊണ്ടാ പോവാതിരുന്നത്. സാറിനെയും സേതുലക്ഷ്മി മാഡത്തെയൊക്കെ ദീപ അക്കാര്യം വിളിച്ചു പറഞ്ഞല്ലേ? എന്തിനായിരിക്കും ആ കുട്ടി അങ്ങനെ വിളിച്ചു പറഞ്ഞത്? അപ്പോ ശരിക്കും ആ കുട്ടി റോസിയെ പിടിച്ചു കെട്ടിയിട്ടായിരുന്നോ? കെട്ടിയിട്ട കിടക്കോ പ്രേതങ്ങള്? അവര് കെട്ടും പൊട്ടിച്ച് കെട്ടിയിട്ടവരെ കൊണ്ടല്ലേ പോകത്തുള്ളു. എന്റെ ദൈവമേ, ഈ കുട്ടിക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പോ വേറൊന്നും നിങ്ങൾക്കാർക്കും അറിയില്ലല്ലേ? സ്കൂളിന്റെ പരിസരത്ത് അപരിചിതരായ ആരെങ്കിലും കാണുകയോ ദീപയ്ക്ക് ഏതെങ്കിലും അനോണിമസ് കോൾ വരികയോ ഉണ്ടായോ? സ്കൂളിൽ അങ്ങനെയൊന്നും അറിയില്ല സർ. ഇവിടെ അങ്ങനെ ആ കുട്ടിക്ക് ആരുടെയും ഫോൺ കോൾ വരാറുമില്ല. റോസിയെ പിടിച്ചുകെട്ടിയെന്നായിരുന്നു ദീപയുടെ ഫോണിൽ നിന്ന് എനിക്കും ബെന്നിനും വന്ന ലാസ്റ്റ് ഫോൺ കോൾ. പിന്നീട് ഞങ്ങൾ വിളിച്ചപ്പോഴെല്ലാം ആ ഫോൺ സ്വിച്ച് ഓഫാ. ഇവിടെ ദീപയുമായിട്ട് ബന്ധപ്പെട്ട ആരുടെങ്കിലും കോൾ ആർക്കെങ്കിലും വരികയോ ബോർഡിംഗ് പരിസരത്ത് അസ്വാഭാവികമായി എന്തെങ്കിലും തോന്നുകയോ ചെയ്താൽ അപ്പൊ പോലീസിനെ വിവരറിയിക്കണം. ശരി സാർ. 5 ഫിംഗേഴ്സ് എന്ന ഗ്യാങ്ങിൽ ഒരാളെ പോലും നിങ്ങൾ ആരും പിന്നീട് കണ്ടിട്ടേ ഇല്ല അല്ലെ? ഇല്ല സർ. അവരെ ആരെക്കുറിച്ച് ഒന്നും അറിയില്ല സാർ. പണ്ടൊക്കെ യക്ഷികള് പനയുടെ പുറത്തായിരുന്നു ഇരകളെ കൊണ്ടിരുന്ന് ചോര കുടിക്കുന്നത്. ദീപയും കൊണ്ട് റോസി എവിടെ ആയിരിക്കും പോയത്? ഓ, ഇനി റോസിയുടെ കല്ലറയ്ക്കുള്ളിൽ കാണുമോ? മാതാവേ, എന്നാ പിന്നെ വേറൊരു കല്ലറ കരുതിയാ മതി ദീപയ്ക്ക്. റാഗേലേ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഈ സമയത്താണ് അറം പറ്റുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. പൊയ്ക്കോ. ഈശ്വര, ദീപയെ കൊണ്ടുപോയത് റോസി ആയാലും ആരായാലും ആ കുട്ടിക്ക് ആപത്തൊന്നും വരുത്തരുതേ. ഈ കഞ്ഞി കുടിക്കേ. ഇന്ന് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലാവരും രാവിലെ കഞ്ഞിയാ കുടിച്ചത്. റാമാണെങ്കിൽ കഞ്ഞിയും കുടിച്ചോണ്ടാ സ്കൂളിൽ പോയത്. ഇതൊന്നും ഞാൻ കഴിക്കില്ല. ഇതും കൂടി നിങ്ങൾ തന്നെ കഴിച്ചേക്ക്. നീ പെണ്ണങ്ങല്ല ദീപേ. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ കാര്യം പ്രയാസമായിരിക്കും. രാത്രി ആവട്ടെ, നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം.
ചോറും സാമ്പാറും തൈരും ഒക്കെ ഇവിടത്തെ സ്പെഷ്യൽ. ഇത് റാമിന്റെ വീടല്ലേ, അവനാണെങ്കിൽ വെജിറ്റേറിയനോ. നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ ഒളിവിലായിരുന്നപ്പോ 5 ഫിംഗേഴ്സ് സുഖിക്കായിരുന്നില്ലെന്ന്? ഊണ് ഉറക്കം പോലും ഞങ്ങക്ക് ശരിക്കും ഇല്ല. അതുകൊണ്ട് വേഗം കഞ്ഞി കുടിക്കാൻ നോക്ക്. എനിക്ക് വേണ്ട. അതെന്താ വേണ്ടാത്തത്? എനിക്ക് വിശപ്പില്ല. വിശക്കുമ്പോ ഞാൻ അറിയിച്ചോളാം. അയ്യോ, ആ സമയത്ത് നിനക്ക് തരാൻ ചിലപ്പോ ഒന്നും ഉണ്ടായിന്ന് വരില്ല. എന്താ പ്രശ്നം? ഇവള് കഞ്ഞി കുടിക്കുന്നില്ല. ആഹാ, എന്താ പിന്നെ ഞാൻ കുടിക്കാം. എനിക്കാണെങ്കിൽ രാവിലെ കഞ്ഞി ഒട്ടും തികഞ്ഞതുമില്ല. ഡേ, നിനക്ക് വേണോ വേണ്ടേ? എന്തായാലും ഭക്ഷണം വെറുതെ കളയാൻ പറ്റില്ല. മോളെ, പട്ടിണി കിടന്നാലേ നീ ശരിക്കും മെലിയും. നിന്റെ ഗ്ലാമർ പോവും. വേഗം കഴിച്ചോ. എന്നെ തടവിലാക്കിയതിന് നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല. റോസിയുടെ കാര്യത്തിൽ നീ രക്ഷപ്പെട്ടേക്കാം. എന്റെ കാര്യത്തിൽ നിന്നെയൊക്കെ ഞാൻ കൊടുക്കും. എന്നെ പീഡിപ്പിച്ചതിന് നിന്നെയൊക്കെ ഞാൻ കോടതി കയറ്റും. നോക്കിക്കോ. നിർത്തടി. മുൻപോട്ട് ജീവിക്കാൻ ഊർജ്ജം ആവശ്യമാണ്. വെറുതെ പാഴ്വാക്കുകൾ പറഞ്ഞ് അത് നഷ്ടപ്പെടുത്താതെ. നിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ നിന്നെ ശരിക്കും ഞാൻ പീഡിപ്പിക്കും. കോടതി ചെല്ലുമ്പോ തെളിവ് വേണ്ടേ? മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക്, അല്ലെങ്കിൽ വിളിച്ചു കൂടി ഞാൻ ആളുകൾ അറിയിക്കും. ഇന്നലെ രാത്രി നീ അതിന് ശ്രമിച്ചപ്പോ നിന്റെ വായിലൊട്ടിച്ച പോലത്തെ ഒരു 150 പ്ലാസ്റ്ററോടെ ഇരിപ്പുണ്ട്. നീ വെറുതെ ഞങ്ങക്ക് ജോലി ഉണ്ടാക്കല്ലേ. കഞ്ഞി എടുത്ത് കുടിക്കടി. നീ പോടാ. രാഹുൽ, വേണ്ട. അവൾക്ക് വേണ്ടെങ്കിൽ നിർബന്ധിക്കണ്ട. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച നീയൊക്കെ വിജയിക്കുന്നാണോ? നീ ഒന്നും വിജയിക്കാനേ പോകുന്നില്ല. ഏറിയാൽ ഇന്നുകൂടി. അതിനുള്ളിൽ നിന്നെയൊക്കെ എന്റെ പപ്പ അറസ്റ്റ് ചെയ്തിരിക്കും. 5 ഫിംഗേഴ്സിന്റെ കാര്യം വിജയിച്ചില്ലെങ്കിൽ കഷ്ടത്തിലാകാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയാമോ? നീ. ഞങ്ങൾ എപ്പോൾ നിരപരാധികളാണെന്ന് തെളിയുന്നോ അന്ന് മാത്രമേ 5 ഫിംഗേഴ്സിന്റെ തടവറയിൽ നിന്ന് നിനക്ക് മോചനം ഉണ്ടാകും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കും ഞങ്ങളുടെ നിരപരാധിത്വം എത്രയും വേഗം തെളിയണേന്നു. എന്നാൽ എനിക്കൊരു ഉപകാരം ചെയ്യാമോ? എന്തുപകാരം? എനിക്ക് പപ്പയുമായിട്ട് ഫോണിലൊന്ന് സംസാരിക്കണം. എന്നെ കുറിച്ച് വിവരം കിട്ടാതെ വന്നപ്പോ പപ്പ വിഷമിച്ചു കാണും. എന്നിട്ട് നിങ്ങളുടെ കാര്യമൊന്നും ഞാൻ പപ്പയോട് പറയില്ല. വേറെ എവിടെയെങ്കിലും ആണെന്ന് പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞാ നിങ്ങൾക്കും ഉപകാരമല്ലേ? പ്ലീസ് ജെയിംസ്, എന്റെ ഫോണൊന്ന് താ. നിങ്ങൾക്ക് കുഴപ്പം വരാതിരിക്കാനാ ഞാനീ പറയുന്നത്. എനിക്ക് പപ്പയോടൊന്ന് സംസാരിക്കണം, അത്രേ ഉള്ളൂ. ഒറ്റ കിളിക്കുഞ്ഞിനോട് പോലും നീ സംസാരിക്കില്ല 5 ഫിംഗേഴ്സ് ലക്ഷ്യം നേടുന്നത് വരെ. വാ പോവാം. ഒരുപാട് നാളൊന്നും നീ എന്നെ ഇവിടെ ഇടില്ലടാ. നിന്റെയൊക്കെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരാനും എന്നെ മോചിപ്പിക്കാനും ആരെങ്കിലും വരും. വരാതെ ഇവിടെ പോവാനാ? എന്റെ പപ്പയെ ഇവർക്കറിയില്ലല്ലോ. വിശപ്പുണ്ട്. കഞ്ഞി ഇതെങ്ങനെ കഴിക്കും? കമ്മീഷണറുടെ മകളുടെ വിവരം വല്ലതും കിട്ടിയോ ബാബുരാജ്? ഇതുവരെ പുതുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല സാർ. അല്ല, സാറിന് എന്തെങ്കിലും വിവരം? എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിയുടെ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. ആ പ്രിൻസിപ്പൽ 2 തവണ വിളിച്ചു. കമ്മീഷണർ വിളിച്ച് വളരെ മാന്യമായിട്ട് 1-2 തവണ വിവരങ്ങൾ തിരക്കി. ആ രീതി ഞാൻ തന്നോട് കാണിക്കുന്നില്ല. മേലുദ്യോഗസ്ഥൻ ചീത്ത വിളിക്കുമ്പോൾ അതേ ചീത്ത കീഴുദ്യോഗസ്ഥനെ വിളിക്കുന്ന ഒരു ഇഡിയറ്റ് അല്ല ഞാൻ. ഈ കാര്യത്തിൽ ബാബുരാജിന്റെ നിഗമനം എന്താ? സാർ, ദീപയുടെ മിസ്സിംഗ് ഒരു കിഡ്നാപ്പ് ആണെന്നോ അല്ലെന്നോ പറയാം. അതെങ്ങനെ? 1, ദീപ റോസി എന്ന പ്രേതത്തെ കെട്ടിയിട്ട ശേഷമാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. അത് ഇന്ന് നടക്കുന്ന റോസി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കാത്ത കാര്യമാണ്.
ദീപയെ ഒരു ഗോസ്റ്റ് കിഡ്നാപ്പ് ചെയ്തു എന്ന ഫോളിഷ്നെസ് പോലീസ് സമ്മതിക്കേണ്ടി വരും. മറ്റാരെങ്കിലും അതിന് ശ്രമിച്ചെങ്കിൽ അതിനുള്ള തെളിവില്ല. 2, ദീപയുടെ നേച്ചർ വെച്ച് നോക്കിയാൽ എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ആ കുട്ടി സ്വയം എവിടേക്കെങ്കിലും ഒളിവിൽ പോയതായിരിക്കാം. എടോ, ഈ കാര്യങ്ങളൊന്നും കമ്മീഷണറോട് പറയാൻ പറ്റത്തില്ല. ഷീസ് മിസ്സിംഗ്, ഷീസ് കിഡ്നാപ്പ്. അപ്പോ അതെങ്ങനെ? ആര്? റോസി തന്നെയായിരിക്കും സാർ. ബാബുരാജിന് നിശ്ചയമുണ്ടോ ആ കാര്യത്തിൽ? ഇല്ല സാർ, ഒരു ദിവസം സാറും റോസിയെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? ഒന്ന് നിർത്തണം. അമാനുഷിക ശക്തികളുള്ള ഗോസ്റ്റിന് സ്വയം കെട്ടുകൾ പൊട്ടിച്ച് രക്ഷപ്പെടാം. പക്ഷേ ദീപയെ എന്തിന് കിഡ്നാപ്പ് ചെയ്യണം? പകമൂത്ത ഗോസ്റ്റ് അവളെ കിഡ്നാപ്പ് ചെയ്യല്ല ചെയ്യുക, കൊന്നു കളഞ്ഞേനെ. അപ്പൊ സാർ, ഇതിൽ വേറെന്തോ കളിയുണ്ട് ബാബുരാജ്. തനിക്ക് വേറൊന്നും കിട്ടിയിട്ടില്ലേ ഈ കാര്യത്തിൽ? സാർ, അക്കാര്യം പറയാനാണ് ഞാൻ വന്നത്. എന്താ? മറ്റൊരു സുപ്രധാന സംശയം എനിക്കുണ്ട് സാർ. ആ സംശയം സ്കൂളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ആ വഴിക്ക് അന്വേഷിച്ചത്. എന്നിട്ട് ഒരു ദിവസം ബോർഡിങ്ങിൽ നൈറ്റ് ഡ്യൂട്ടിക്ക് കമ്മീഷണർ എന്നെ നിയോഗിച്ചിരുന്നു. ബോർഡിങ്ങിലെത്തിയ ഞങ്ങളെ കുറച്ചു കഴിഞ്ഞ് കമ്മീഷണർ തന്നെ തിരികെ വിളിക്കുകയും ചെയ്തു. അതിലിപ്പോ എന്താ പ്രോബ്ലം? സാർ, എന്നെ കമ്മീഷണർ വിളിച്ച ആ നമ്പറിൽ സംശയം തോന്നി. ഞാൻ തിരികെ വിളിച്ചു നോക്കി. അപ്പോൾ ആ നമ്പർ കമ്മീഷണറുടേതല്ല. അദ്ദേഹം അന്ന് രാത്രി ഒരു നമ്പറിൽ നിന്നും എന്നെ വിളിച്ചിട്ടില്ല എന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ ആരുടെ ആയിരുന്നു ആ നമ്പർ? സാർ, ഇതാണ് ആ നമ്പർ. ഈ പേരിലും വിലാസത്തിലുമാണ് ആ ഫോൺ നമ്പർ എടുത്തിട്ടുള്ളത്. കമ്മീഷണറുടെ ശബ്ദത്തിൽ വന്ന കോൾ ഈ വിലാസത്തിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പാണ്? ഷുവർ സാർ. ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഇപ്പൊ വന്നത് ഏതായാലും നന്നായി. ഓ, അപ്പൊ മേഡം സംഗതിയൊക്കെ അറിഞ്ഞോ? കമ്മീഷണർ വിളിച്ചിരുന്നു അല്ലേ? അല്ല, അത് കമ്മീഷണർ വിളിക്കുമെന്ന പ്രതീക്ഷയൊന്നും ഇക്കാര്യത്തിൽ മാഡത്തിനില്ല. അതുകൊണ്ടാണ് സേ സാറിനെ തന്നെ കാണണമെന്ന് മാഡം വിചാരിച്ചത്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മാഡത്തിന്റെ മകളുടെ കാര്യം. അവളെ പറ്റി വല്ല വിവരം കിട്ടിയോ? സോറി മാഡം, ദീപയെ പറ്റി ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. മേഡത്തിന്റെ മകളെന്നതിലുപരി ഞങ്ങളുടെ കമ്മീഷണറുടെ കൂടി മകളാണല്ലോ അവള്. പോലീസ് ഈ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തത്തില്ല എന്ന് മേഡത്തിന് അറിയാലോ. അപ്പൊ നിങ്ങൾ വന്നത് എന്റെ മോളെ പറ്റിയുള്ള ഒരു വിവരം കൊണ്ടല്ല? അല്ല, ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന്. മാഡത്തിന്റെ മോളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി ഇവിടെ മറ്റെന്ത് കാര്യവും. മാഡം, എന്റെ മോൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത നിങ്ങൾക്ക് വേറെ എന്താ എന്നോട് ചോദിക്കാനുള്ളത്? അതോ എന്റെ മോളെ കിട്ടിയിട്ടും കമ്മീഷണർ പുറത്തു വിടാതെ എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കാന്നാണോ വിചാരം? മാഡം, എന്ത് പറഞ്ഞാലും പോലീസിന്റെ കർത്തവ്യബോധത്തെ നിങ്ങളും കമ്മീഷണറും തമ്മിലുള്ള സ്പർദ്ധ കൊണ്ടാണെന്ന് സംസാരിക്കരുത്. അത് മേഡത്തിന്റെ പദവിക്ക് ചേർന്നതല്ല. അല്ലെങ്കിൽ മേഡത്തിന്റെ മകളെ പോലീസ് എന്തിനു കണ്ടുപിടിക്കണം? നെല്ലിമറ്റത്ത് അച്ഛനെ തേടി മേഡം പോയതല്ലേ? എന്നിട്ട് അച്ഛൻ കണ്ടെത്തിയോ ദീപയെ? ദീപയെ പിടികൂടിയത് റോസിയാണെങ്കിൽ പിന്നെ പോലീസ് വിചാരിച്ചിട്ട് എന്താ കാര്യം? അതിന് അച്ഛൻ തന്നെ മനസ്സുവെക്കണം. അതറിയാൻ പാടില്ല നിങ്ങൾക്ക്. അച്ഛന്റെ മാന്ത്രിക ശക്തി ഒന്നും പോലീസിനില്ലല്ലോ. മേഡം, ഞാൻ വന്നത് കമ്മീഷണർ പറഞ്ഞിട്ടൊന്നുമല്ല. ദീപയുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട കേസിലേക്ക് വഴി തുറക്കുന്ന മറ്റൊരു കാര്യത്തിന് നിങ്ങളുടെ സഹായം തേടിയ. ഞാൻ തേടി വന്ന കാര്യം ചിലപ്പോ മേഡത്തിന്റെ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നെങ്കിലും അറിയാൻ സഹായിച്ചേക്കും. മേഡം എന്ത് പറയുന്നു? മാഡം എന്ത് പറയാൻ? പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ സാർ? കുരുവിള, പ്ലീസ് സർ, എന്റെ മകളുടെ മിസ്സിംഗിലേക്ക് വഴി തുറക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ത് കാര്യമാണ്? എന്താണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സഹായം? മേഡം, ഈ ഫോട്ടോയിൽ കാണുന്ന ആളിനെ തേടിയാ ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇവനെ കിട്ടിയേ പറ്റും. കിട്ടിയാലേ പലതും അറിയാൻ പറ്റും. ഇവൻ മേഡത്തിന്റെ മകളുടെ മിസ്സിംഗ് പോലും. മാഡം, അല്ല ഈ കുട്ടി? മാഡം ഈ കാര്യത്തിൽ സഹകരിച്ചേ പറ്റും. അല്ലെങ്കിൽ ദീപയെ കണ്ടെത്താൻ തന്നെ ഒരു പക്ഷെ വൈകിയേക്കാം. ഓക്കെ സർ. കുരുവിള, യു പ്രൊസീഡ്. യെസ് മാഡം.
ദേ ഇവനാണ് രാംനാരായണൻ. മാഡം എന്താ മാഡം? നീ ബോർഡിങ്ങിനല്ല താമസിക്കുന്നതല്ലേ? അത് എനിക്ക് താമസിക്കാൻ പപ്പ ഒരു വീടെടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ അവിടെ താമസിക്കുന്നത്. പപ്പ വീട് വാങ്ങി തന്നത് നിനക്ക് മാത്രം താമസിക്കാനോ അതോ നിന്റെ കൂട്ടുകാരെ കൂടി അക്കോമഡേറ്റ് ചെയ്യാനാണോ? നിന്റെ വീട്ടില് നീയല്ലാതെ വേറെ വല്ലതും താമസിക്കുന്നുണ്ടോ? ഉണ്ട്. ആരൊക്കെയുണ്ട്? ഒരുപാട് ആളുകളൊന്നുമില്ല മാഡം, ഒരു സെർവന്റ് മാത്രം. ഇപ്പൊ അവരുമില്ല, ഞാൻ തനിച്ചേ ഉള്ളൂ. എന്താ മാഡം പ്രശ്നം? നിനക്ക് ഫൈവ് ഫിംഗേഴ്സിനെ പറ്റി എന്താ അഭിപ്രായം? അത് ആ കുട്ടികള് റോസിയെ കൊന്നവരല്ലേ. എനിക്ക് അവരെ പറ്റി അഭിപ്രായമൊന്നുമില്ല. ഇതാണോ നിന്റെ ശരിക്കുള്ള അഭിപ്രായം? പിന്നെ മാറ്റി പറയേണ്ടി വന്നാൽ മോൻ വിഷമിക്കും. ദീപ മിസ്സായ ദിവസം നീ എഫ് ബ്ലോക്കിൽ പോയിരുന്നു? ഇല്ല മാഡം. ആ ദിവസം വൈകിട്ട് നീ അവിടെ കിടന്ന് കറങ്ങുന്നതായി കണ്ട കുറെ ആളുകളുണ്ടല്ലോ, പിന്നെ എന്തിനാണോ നുണ പറയുന്നത്? അത് ശരിയാണ് സാർ. ഞാനന്ന് വൈകിട്ട് അവിടെ പോയിരുന്നു. എന്തിനാ നീ അവിടെ പോയത്? അത് കളിക്കിടയിൽ ഒരു ക്രിക്കറ്റ് ബോൾ എടുക്കാൻ പോയതാ മാഡം. പിന്നെ നീ എന്തിനാ ആദ്യം പറഞ്ഞത് അവിടെ പോയിട്ടേ ഇല്ലെന്ന്?